ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മൾ ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ നിലവിൽ നമുക്ക് അതിൻ്റെ സിലിണ്ടർ കിറ്റൊക്കെയാണ് കംപ്ലൈൻറ്റ് ആയിരുന്നത്. അത് നമ്മൾ അയച്ചു മാറ്റിയിട്ടുണ്ട്. അതേപോലെ ക്യാം ഷാഫ്റ്റ്, റോക്കർ റാം, വാൽവ് ഇതെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്താണ് റീസെറ്റ് ചെയ്തത്. അതേപോലെ ഇതാണ് അതിൻ്റെ മാറ്റിയേക്കുന്ന പാർട്സുകൾ. നിലവിൽ നമുക്ക് അതിൻ്റെ സിലിണ്ടർ കിറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. സിലിണ്ടർ പിസ്റ്റൺ, അതേപോലെ തന്നെ ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റ് ഇതാണ്, റോക്കർ റാം ഈ ഐറ്റം. പിന്നെ അതിൻ്റെ പിന്നുകളുണ്ട്, 2 പിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ വാൽവ് കിറ്റ്, പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ കേബിള്, അതായത് ഔട്ടർ പൊട്ടിയൊരു അവസ്ഥയിലായിരുന്നു. ഇതാണ് ഔട്ടർ പൊട്ടിയതായിരുന്നു, അപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ മാറ്റിയിട്ടുണ്ട്, എയർ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിനകത്തുണ്ടല്ലോ നിലവിൽ ഈ കാർബേറ്റർ അസംബ്ലി ചെയ്യുമ്പോൾ വന്ന ഒരു ചോക്കിൻ്റെ യൂണിറ്റാണ് ഇത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു രീതിയിൽ എടുക്കാൻ കിട്ടാത്തൊരു കണ്ടീഷനിലാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് രീതിയിൽ കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ മേടിക്കാൻ കിട്ടാറില്ല. സാധാരണ കാർബേറ്റർ അസംബ്ലി അടക്കം വരുള്ളൂ. അപ്പോൾ നമ്മൾ തൽക്കാലം ഒരു പഴയ കാർബേറ്ററിൽ നിന്ന് മാറ്റി കളഞ്ഞ കാർബേറ്ററിൽ നിന്ന് എടുത്തിട്ടാണ് നമുക്ക് ഇട്ടേക്കണേ. അതേപോലെ തന്നെ കാർബേറ്ററിൻ്റെ ഉള്ളിൽ ഇതിവിടെ വന്ന എയർ സ്ക്രൂ, അതിൻ്റെ ഉള്ളിൽ വന്ന ഒരു സ്ക്രൂ ഉണ്ട് എയറിൻ്റെ, അതായത് നമ്മൾ കാർബേറ്റർ ട്യൂൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്ക്രൂ ആണത്. ആ സ്ക്രൂ ഓൾറെഡി വരുമ്പോൾ നിലവിൽ ഉണ്ടായില്ല. അപ്പോൾ അതും ഒരു പഴയ സ്ക്രൂ കൊടുത്തിട്ടാണ് നമ്മൾ സെറ്റ് ആക്കിയേക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ട്യൂണിങ്ങിൻ്റെ ഒരു കറക്റ്റ് ഒരു വേരിയേഷനൊക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ കാർബേറ്ററിൻ്റെ ഒരു കറക്റ്റ് പെർഫോമൻസ് നമുക്ക് കിട്ടുന്നില്ല. അതങ്ങനെ കൂടുതലായിട്ട്, അതായത് ഫസ്റ്റൊക്കെ എടുക്കുന്ന സമയത്ത് വലിയുടെ പ്രശ്നമൊക്കെ ആയിട്ട് കാണിക്കുന്നത് അതിൻ്റെയാണ്. ഫസ്റ്റ് അതായത് എഞ്ചിൻ്റെ ഭാഗം പക്കയായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കാർബേറ്ററിൽ നിന്ന് ഇതിനകത്തേക്ക് വന്ന ഫ്യൂൽ മിക്സറിൻ്റെ അളവും കാര്യങ്ങളും, ആ എയറിൻ്റെ സർക്കുലേഷൻ കൃത്യമായിട്ട് വരില്ല, ട്യൂണിങ്ങൊക്കെ കറക്റ്റ് ആയില്ലെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് വണ്ടിക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഭാഗം നമ്മൾ അഴിച്ചായിരുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് ക്യാം ഷാഫ്റ്റ്, വാൽവ്, റോക്കർ റാം ഇതെല്ലാം പുതിയതാണ്. അപ്പോൾ അതുകൊണ്ട് വണ്ടി ഓടിയിട്ട് ചിലപ്പോൾ ഏകദേശം ഒരു 1000 കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഭാഗത്തു നിന്ന് ടാപ്പറ്റ് അടിക്കുന്ന സൗണ്ട്, അതായത് വാൽവ് അടിക്കുന്ന സൗണ്ട് വരാനായിട്ടൊരു സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കൊണ്ടുവരണം. അത് വന്ന് നമ്മളത് അഴിച്ചിട്ട് ടാപ്പറ്റ് കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ പുതിയ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് സർവീസ് ചെയ്യുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തേക്കൂടെ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യേണ്ടി വരുന്ന വർക്കാണ് അത്. അപ്പോൾ അതേ പ്രൊസീജിയർ തന്നെയാണ് നമുക്ക് ഈ വണ്ടിക്കും ചെയ്യേണ്ടത്. കാരണം ആ ഭാഗങ്ങളെല്ലാം തന്നെ പുതിയതാണ്. അതുകൊണ്ടാണ് അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതിൻ്റെ കേസ് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തേക്കുന്ന ഡേറ്റൊക്കെ ഇതുമ്പോൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ചെയ്തിരിക്കുന്ന വർക്കുകൾ, ഈ ചെയ്തേക്കണ സിലിണ്ടർ പിസ്റ്റണുമായി ബന്ധപ്പെട്ട് ഇവിടെ ചെയ്തേക്കണ ഈ വർക്കിന് 1 വർഷം ഗ്യാരണ്ടി നമ്മൾ പറയുന്നുണ്ട്. ഗ്യാരണ്ടി അല്ല, വാറണ്ടി. പാർട്സ് സംബന്ധമായിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാലും നമുക്ക് അതിൻ്റെ ഒരു വാറണ്ടി അവൈലബിൾ ആണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണം, കൃത്യമായിട്ട് ഉപയോഗിക്കണം. അതേപോലെ തന്നെ കമ്പനി ഓയിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എയർ ഫിൽറ്റർ പ്ലഗും ആ പീരീഡിനുള്ളിൽ 10000 കിലോമീറ്ററാണ് പറയണേ. ആ 10000 കിലോമീറ്ററാണ് നമുക്ക് 12,000 കിലോമീറ്ററാണ് വാറണ്ടി. 12,000 അല്ലെങ്കിൽ 1 വർഷമാണ് വാറണ്ടി. അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന വർക്കുകൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യാമെന്നുള്ളതാണ്. 3000 കിലോമീറ്റർ കൂടുമ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യുക. ഈ ടാപ്പറ്റ് ക്ലിയറൻസ് ആവശ്യമാണെങ്കിൽ അത് കൊണ്ടുവന്ന് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അത് വാൽവ് അടിക്കുന്ന സമയത്ത് കേൾക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ കിട്ടിയ 1-2 കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ചെയിനൊക്കെ നല്ല രീതിയിൽ കംപ്ലൈൻ്റ് ആണ്. ചെയിൻ തീർന്നിട്ടുണ്ട്. മാക്സിമം വലിച്ചിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അഴിച്ച് ചെയിൻ കട്ട് ചെയ്തിട്ട് കണ്ണി എടുത്തിട്ട് കയറ്റിയിട്ടാണ്. സ്പോക്കറ്റ് കംപ്ലൈൻ്റ് ആണ്. പരമാവധി ഇടയ്ക്ക് എപ്പോഴെങ്കിലും അഴിച്ച് മാറ്റിക്കളയാനാണ് നല്ലത്. പിന്നെ അത് കൂടാണ്ട് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ഹാൻഡിലിൻ്റെ ഈ സെൻട്രൽ വന്ന ബെയറിങ്ങിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹാൻഡിൽ ഒരു പാളണ പോലെയൊക്കെ ഒരു ഫീൽ ഉണ്ട് നമുക്ക്. അത് ആ ഹാൻഡിൽ ബെയറിങ്ങിൻ്റെയാണ്, കോൺസെപ്റ്റ് എന്ന് പറയും. അത് മാറ്റി കളഞ്ഞാൽ തന്നെയാണ് കറക്റ്റ് ആവുള്ളൂ. നമ്മൾ ലൂസാക്കാൻ നോക്കി, പക്ഷേ ലൂസാക്കുമ്പോൾ അടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതുണ്ട്. ഇത്ര കേസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനകത്ത് കോൺസെപ്റ്റ് കംപ്ലൈൻറ്റ് ഉണ്ട്. കാർബേറ്റർ അസംബ്ലി നിലവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി കംപ്ലൈൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. ചെയിൻ സ്പോക്കറ്റും കംപ്ലൈൻ്റ് ആണ് കേട്ടോ. ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ ഡാമേജ് ഉള്ള പാർട്സുകൾ. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ വാറണ്ടിയിലുള്ള കേസുകൾ ആ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓയിൽ ചേഞ്ച്, അതിനുമായി ബന്ധപ്പെട്ട് വന്ന ജനറലായിട്ട് വന്ന കേസുകൾ, അതൊക്കെ കറക്റ്റായിട്ട് ആ വാറണ്ടി പീരീഡിലുള്ളത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. അപ്പോൾ നോക്കിയാലേ ഗ്യാപ്പ് പോലെ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം. കാർബേറ്ററിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് വണ്ടി നമ്മൾ എടുക്കുമ്പോൾ ഫസ്റ്റ് നമുക്കൊരു കറക്റ്റായിട്ട് വലിയ കിട്ടാത്ത പോലെ ഒരു ഫീല് കാണിക്കും കാർബേറ്ററിൻ്റെ കേട്ടോ. അതൊന്നങ്ങോട്ട് റൈസ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സ്മൂത്ത് ആവും. പക്ഷേ അത് ശാശ്വത പരിഹാരം എന്നുള്ളത് അതൊക്കെ മാറ്റാമെന്നുള്ളതാണ് കേട്ടോ. അതാണ് മെയിനായിട്ട്. കാരണം ഈ ചോക്കിൻ്റെ ഇതൊക്കെ കറക്റ്റ് നമുക്ക് അത് മേന്താൻ ആ പഴയ മോഡൽ കാർബേറ്റർ മേന്ന് എടുത്തു വെച്ചാൽ, പക്ഷേ അതിൻ്റെ തന്നെയാണോ എന്നൊക്കെ സംശയമുണ്ട്. ഇതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം, ബില്ലും കാര്യങ്ങളും കേട്ടോ. ഓക്കെ.